ഞാൻ ഇക്കാര്യം വിശദമായിട്ട് പറയുന്നില്ല. മാഡത്തിന് വളരെ തിരക്കുള്ളതുകൊണ്ട് മാഡത്തിന്റെ സംസാരവും നിങ്ങളുടെ ഇന്ററാക്ഷനുമാണ് ഇതിനകത്ത് പ്രധാനം എന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ കാലത്ത് ഏറ്റവും മികച്ച ഒരു കരിയർ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് സിവിൽ സർവീസ് തന്നെയാണ്. സിവിൽ സർവീസിന്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ഓരോ വർഷവും കൃത്യമായി UPSC പരീക്ഷ നടത്തി 1000-ഓളം ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മുടെ ഇന്ത്യയിൽ വിവിധ സർവീസുകളിലേക്ക് 16ഓളം സർവീസുകളിലേക്ക് അവരെ ഉൾപ്പെടുത്തിയെടുക്കുന്ന ഒരു രീതി സിവിൽ സർവീസ് നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും മികച്ച ഒരു ജോലി സാധ്യത തന്നെയാണ്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്തിപ്പെടാം, സിവിൽ സർവീസിൽ പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ വേണ്ടത്, എപ്പോൾ തുടങ്ങണം, എങ്ങനെ അതിനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഈ മാഡവുമായിട്ടുള്ള ഇന്ററാക്ഷൻ നല്ല രീതിയിൽ നടത്തി നല്ല രീതിയിൽ ഈ കാര്യത്തെക്കുറിച്ച് ഒരു ബോധവാന്മാരെ വേണം അവിടെ പോകാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ജോളി ബോസ് സാറാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സെമിനാർ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സെഷനായ സെമിനാർ അവതരിപ്പിക്കാൻ വേണ്ടി നമ്മൾ എത്തിയിട്ടുള്ളത് ഈ അടുത്ത സമയത്ത് സിവിൽ സർവീസിൽ എത്തപ്പെട്ട് നിങ്ങളെല്ലാം ഇൻസ്പയർ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടുള്ള നമ്മുടെ ബഹുമാനിയായ ACP ആണ് മാഡം അഞ്ജലി ഭവൻ IPS. മാഡത്തെ ഞാൻ എല്ലാ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ കോളേജിന്റെ തന്നെ വൈസ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഡോക്ടർ മിനി ബാബു മാഡം, അതുപോലെ ഈ കരിയർ ഗൈഡൻസിന്റെ ചാർജുള്ള ആരോപൺ സജീവ് സാർ, ഈ യോഗത്തിന് കഥയ്ക്ക് പറയുന്ന ശ്രീ ബൈജു, എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും, ഈ കോളേജിലെ ഓരോ വിദ്യാർത്ഥികളായി ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജിലെ മറ്റ് അധ്യാപകർ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ആദരണീയായ കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ശ്രീമതി അഞ്ജലി ഭാവന IPS, കൊല്ലം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർമാരായിട്ടുള്ള ശ്രീ ദീപു ജി, ശ്രീ ബൈജു VS, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മിനി ബാബു ടീച്ചർ, മറ്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ, പ്ലേസ്മെന്റ് സെൽ കൺവീനർ ആരോമൽ സജീവ് സാർ, മറ്റ് അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ഒരു കരിയർ മീറ്റ് പ്രോഗ്രാമിന് നമ്മുടെ കോളേജ് വെന്യൂ ആയിട്ട് സെലക്ട് ചെയ്ത കൊല്ലം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഉദ്യോഗസ്ഥർക്ക് ഞാൻ പ്രിൻസിപ്പൽ എന്നുള്ള രീതിയിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഈ പ്രോഗ്രാമിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ അഞ്ജലി ഭാവന IPS അവർക്ക് ഞാൻ ഈ കോളേജ് പ്രിൻസിപ്പൽ എന്നുള്ള രീതിയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ മനസ്സിലെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കരിയർ കിട്ടുന്നതിന് വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ആഗ്രഹമുള്ള കരിയറിലേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ്, പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളൊരു സെൽഫ് അസസ്മെന്റ് ചെയ്യണം. അത് നമ്മൾക്ക് നമ്മുടെ വീക്ക്നെസ്സും സ്ട്രെങ്തും നമ്മൾ തിരിച്ചറിഞ്ഞ് വീക്ക്നെസ് ഉള്ള ഭാഗങ്ങളിൽ നമ്മൾ ട്രെയിനിങ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങുകൾ നമ്മൾ ചെയ്യണം. അപ്പോൾ 4 ഇയർ UG പ്രോഗ്രാമിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ കരിയറിന് അനുസരിച്ചുള്ള അതിനനുഗുണമായിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് ഏത് കരിയറാണോ ആഗ്രഹം അതനുസരിച്ച് നമ്മൾ കോഴ്സുകൾ സെലക്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ കരിയർ അച്ചീവ് ചെയ്യാനുള്ള സ്കിൽ പ്രോഗ്രാമുകൾ, സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ നമ്മൾ ജോയിൻ ചെയ്യണം. ഇപ്പൊ നമുക്ക് FIUGPയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് തന്നെ സ്കിൽ പ്രോഗ്രാമുകളുണ്ട്. കോളേജ് വിവിധ ഏജൻസികളുമായിട്ട് സ്കിൽ പ്രോഗ്രാമുകൾക്ക് MOU സൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ അതാത് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ ജോയിൻ ചെയ്യുക. നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഓൺലൈനായിട്ട് കോഴ്സുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണ്. അപ്പൊ ഈ ഒരു കരിയർ ഡെവലപ്മെന്റിന് ഏറ്റവും അനുഗുണമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത്തരത്തില് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിപ്പെട്ട
മഹത് വ്യക്തിത്വങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആണ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് അത്തരത്തിൽ നമുക്ക് we are fortunate to have such an eminent scholar as resource person for this program. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മാഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. അപ്പോൾ സിവിൽ സർവീസസ് എക്സാമിനേഷനിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കി, IPS കരസ്ഥമാക്കി, കണ്ടാൽ നിങ്ങൾ അതേ ഏജാണ്, അല്ലെങ്കിൽ 1-2 വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും യങ്ങർ സ്റ്റേജിൽ ഇത്തരത്തിലൊരു ഉന്നത പദവിയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞ മാഡമാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇന്ററാക്ട് ചെയ്ത് ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ പ്രോഗ്രാമിനായി ഇവിടെ എത്തിച്ചേർന്ന മാഡത്തിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രോഗ്രാമിന് വെന്യൂ ആയി നമ്മുടെ കോളേജ് സെലക്ട് ചെയ്ത എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഉദ്യോഗസ്ഥർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായിട്ട് മാഡത്തിന്. അപ്പോൾ അടുത്തതായി ഈ പ്രോഗ്രാം സെമിനാർ അവതരണത്തിനായി ആദരപൂർവ്വം ബഹുമാനപ്പെട്ട ശ്രീമതി അഞ്ജലി ഭവന IPS അവരുകളെ ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ശ്രീ ദീപുജി, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോളി ജോസ് ആർ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മിനി ബാബു, എംപ്ലോയ്മെന്റ് ഓഫീസർ ശ്രീ ബൈജു VS, നമ്മുടെ മറ്റ് ടീച്ചേഴ്സ്, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ അതിഥികൾ എന്ന് ഉദ്ദേശിക്കുന്ന നിങ്ങൾ തന്നെയാണ് കുട്ടികൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ എത്താൻ പറ്റിയത് വലിയൊരു സന്തോഷമാണ്. കാരണം ഇങ്ങനത്തെ മീറ്റപ്പിലാണ് നമ്മൾ ഇതുപോലെ നമ്മുടെ ആ ഒരു കോളേജ് ടൈമിലേക്ക് തിരിച്ചു പോകുന്നത്. അതുപോലെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൈംസ് എന്ന് പറയാം അല്ലേ നമ്മുടെ ലൈഫിൽ. നമുക്ക് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ആകെയുള്ള നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് മിക്കവാറും അടുത്ത വരുന്നൊരു പരീക്ഷയായിരിക്കും. അപ്പോൾ അത് ആ ഒരു സമയം നമ്മൾ ആ സമയത്ത് ആലോചിക്കുമ്പോൾ അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ജീവിതത്തിൽ പിന്നെ മുന്നിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്ന മറ്റ് വലിയ വിഷയങ്ങളെ പറ്റി. പക്ഷെ നമ്മൾ ഇവിടെ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, ഇത് വളരെ ക്രൂഷ്യലായ ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ. കാരണം ഇപ്പോൾ നിങ്ങളൊരു 20s ആ ഒരു ഏജ് ആയിരിക്കും മാക്സിമം എത്തുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു ആവറേജ് നമ്മുടെ ഒരു ഇന്ത്യൻ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞൊരു 75 to 80 എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ഒരു ഡബിൾ ടൈം നിങ്ങൾക്ക് ബാക്കിയുണ്ട് അല്ലേ. ഒരു 50-60 years നിങ്ങൾക്ക് ഇനി ബാക്കിയുണ്ടാവും. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ശരിക്കും ഇതാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കോഴ്സ് ജോയിൻ ചെയ്യേണ്ടി വന്നു. +2 കഴിഞ്ഞു, നമ്മൾ എന്തെങ്കിലും പരീക്ഷയൊക്കെ എഴുതുമ്പോഴത്തേക്കും നീറ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എഴുതി ഏതെങ്കിലും കോളേജ് കയറുന്നു. പക്ഷെ നമുക്ക് ചിലപ്പം 1-2 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ട്രീം, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് ആയിരിക്കില്ല, ചിലപ്പോൾ കമ്പ്യൂട്ടർ ആയിരിക്കും, സിവിലോ, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്ട്രീമിൽ എത്തപ്പെടുകയാണെങ്കിൽ അടുത്തൊരു 3-4 വർഷം അതിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ബുദ്ധിമുട്ട് പലർക്കും അറിയായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെടാത്തൊരു ജോലി ലൈഫ് ലോങ് ചെയ്യേണ്ടി വരുന്നു. ഈ പറയുന്ന 50-30 വർഷം എങ്കിലും ഒരു സർവീസ് വരുന്നു. അപ്പോൾ അതിനുശേഷം റിട്ടയർമെൻറ്റ്, പോസ്റ്റ് റിട്ടയർമെൻറ്റ് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വലിയ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗവും നമുക്ക് താല്പര്യമില്ലാത്തൊരു മേഖലയിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ഒരു കുഞ്ഞ് അശ്രദ്ധ കൊണ്ടാണ്. ആ ക്രൂഷ്യൽ ടൈമിൽ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങളിപ്പം ആ കറക്റ്റ് സ്റ്റേജിലാണ്. ഇപ്പം നിങ്ങൾ ഡിസൈഡ് ചെയ്യണം നിങ്ങൾക്ക് ലൈഫിൽ എന്താകണം. നമ്മുടെ ഡെസ്റ്റിനി നമ്മൾ തന്നെയാണ് എഴുതുന്നത് അല്ലേ, വേറെ ആരുമില്ല. നമ്മൾ ജനിച്ച വീടോ നാടോ നമ്മുടെ അച്ഛനമ്മയോ നമ്മുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ട്സോ ഒന്നും ബാധകമല്ല. നമ്മൾ ഈ ഒരു ഡിസിഷൻ എടുത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ മാത്രമാണ് നമ്മുടെ ഈ ഒരു ഇത്രയും ഡൈവേഴ്സായ ഒരു സൊസൈറ്റിയിൽ ഏറ്റവും വലിയ ലെവല് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ തന്നെയാണ്. അതാണ് ഒരാളെ സീറോന്ന് ഹീറോ ആക്കുന്നത്. ബാക്കി സൊസൈറ്റി നമ്മളെ എന്ത് പറയുന്നു എന്നുള്ളത് ഒരിക്കലും ബാധകമല്ല. നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു, നമ്മുടെ ഡെസ്റ്റിനി അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിപ്പം ഒരു കോഴ്സ് ജോയിൻ ചെയ്തു, ശരിക്കും ഐഡിയലി നോക്കുകയാണെങ്കിൽ ആ +2 കഴിയുന്നൊരു പോയിന്റിൽ അല്ലെങ്കിൽ ഈവൻ ബിഫോർ +2 നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റണം നമ്മുടെ ഒരു ഡ്രീം എവിടെയാണെന്നുള്ളത്. പക്ഷെ അത്രയും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു പീരീഡിലെങ്കിലും നമ്മളത് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ഈ ഒരു റാറ്റ് റേസിലേക്ക് കയറുകയാണ് അല്ലേ.
എല്ലാവരും മെഡിസിന് പോകുന്നു, എഞ്ചിനീയറിങ്ങിന് പോകുന്നു, ഹ്യൂമാനിറ്റീസിന് പോകുന്നു, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ഏതിനാ പോകുന്നത് അതിലേക്ക് നമ്മൾ അങ്ങ് പോകുന്നു. പക്ഷെ നമ്മുടെ അഭിരുചി, ആപ്റ്റിറ്റ്യൂഡ് എവിടെയാണ് എന്ന് കണ്ടെത്തേണ്ടതിൻ്റെ പ്രാധാന്യം ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ വൺസ് ഇത് ജോയിൻ ചെയ്താൽ പോലും അടുത്തൊരു കരിയർ ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ താല്പര്യം ഇപ്പം അച്ഛനമ്മയുടെ ഒന്നാവാം, നിങ്ങളുടെ സ്പൗസിൻ്റെ ഒന്നാവാം, നാട്ടുകാരുടെ ഒന്നാവാം, രാജ്യത്തിൻ്റെ വേറെ ഒന്നാവാം. പക്ഷെ നിങ്ങളുടെ ചോയ്സ് ഏതാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒത്തിരി ഇനിഷ്യേറ്റീവ്സ് ഇപ്പോൾ ഉണ്ട്. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ആപ്പുകളുണ്ട്, അല്ലെങ്കിൽ അതിനായിട്ട് ഇതുപോലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്നും അവരുടെ സൈഡിൽ നിന്നൊക്കെ ഒത്തിരി സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എവിടെയാണ് അഭിരുചി എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പം നമുക്ക് ഏതൊരു ജോലിയും ചെയ്യാം, പക്ഷെ അവിടെ നമ്മൾ എന്തായിട്ട് മാറും? ഒരു മീഡിയോക്കർ ലെവലിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എക്സൽ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ ഒരാളൊരു പെയിൻറ്റിങ്ങിലായിരിക്കും അതിന് കഴിവ്, അയാൾക്ക് ഒരു പാട്ട് പാടാനായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഓൺട്രപ്രനർ, അങ്ങനെ എന്താ സംഭവമാണോ അതിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എക്സൽ ചെയ്യാം. നമ്മൾ ഏതൊരു കാര്യവും നല്ലതായിട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ഇപ്പം നോക്കുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വന്നു, അപ്പോൾ എല്ലാവരും പറയുന്നത് നീ അത് ചെയ്തത് നന്നായിട്ടുണ്ട്, ഇത്രയും പേർക്ക് അത് പ്രയോജനപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആ വർക്ക് ചെയ്തതിന് ഒരു റിസൾട്ട് കിട്ടുന്നത് അല്ലേ? അല്ലെ നമ്മളത് ചെയ്തിട്ട് അത് ശരിയായില്ല, അത് മൊത്തത്തിൽ പൊളിഞ്ഞു പോയി, ആർക്കും ഒരു പ്രയോജനമില്ല, നമുക്കും ടൈം വേസ്റ്റ്, എഫേർട്ട് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കതിനൊരു പേർപ്പസ് ഇല്ല. അപ്പോൾ നമുക്ക് ആ അഭിരുചിയുള്ള സ്ഥലം കണ്ടെത്തി നമ്മൾ അതിൽ വർക്ക് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് ആ ഒരു മൾട്ടിഫോൾഡ് നമുക്ക് കിട്ടും. അപ്പോൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. അതിനിപ്പോൾ 1-2 വർഷം അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്താൽ പോലും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അത് കണ്ടെത്താതെ ഏതെങ്കിലും കിട്ടുന്ന ഒന്നിനായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ആ ഒരു റിഗ്രറ്റ് വരും. ഇപ്പം നമ്മൾ സിവിൽ സർവീസ് എന്നൊരു ഫോക്കസിൽ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പം പലരും സിവിൽ സർവീസ് ഇതുപോലെ എല്ലാവരും സിവിൽ സർവീസിന് ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി കളയാം എന്ന് വിചാരിച്ചാൽ നമുക്ക് അവിടെ വന്നാൽ ഡിസ്ഇല്യൂഷൻഡ് ആവുന്നുണ്ട്. പല ആൾക്കാരും അങ്ങനെ വന്നിട്ട് റിസൈൻ ചെയ്തും പോകാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ അഭിരുചി അതായിരിക്കില്ല. നമ്മളൊരു ബിസിനസ് മൈൻഡഡ് പേഴ്സൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു എംപയർ ബിൽഡ് ചെയ്യാനായിരിക്കും താല്പര്യം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സർവീസിലേക്ക് വന്നാൽ നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടം, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്താതെ ഏതൊരു ജോലി ചെയ്താലും നമുക്ക് അതിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല അല്ലേ? ഒരു ഡോക്ടർ ആവാൻ ഒരാൾ തള്ളിവിട്ടു, അയാൾക്ക് ഈ രാത്രിയൊക്കെ പെട്ടെന്നൊരു സർജറിക്ക് വേണ്ടി വിളിക്കുകയാണ്, അയാൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പം ഏതാണ് നമുക്കത് കണ്ടെത്തേണ്ടതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇതിൽ ഏതൊക്കെ ഇയറാണ് ഇവിടെ ഉള്ളത്? ഫസ്റ്റ് ഇയർ ഉണ്ടോ? ഇല്ല. സെക്കൻഡ് ഉണ്ട്. സെക്കൻഡ് ആരൊക്കെയാ? ഓ, മെജോറിറ്റി സെക്കൻഡ് ആണ്. തേർഡ് ഉണ്ടോ? ഓക്കെ. ഫോർത്ത് ഇയർ ഉണ്ടോ ഇവിടെ? ഇല്ല, തേർഡ് വരെയല്ലേ ഇവിടെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൽ സിവിൽ സർവീസ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടോ? കൈ നോക്കിക്കോ. ഓക്കെ, ഒരു 10-ൽ താഴെയുള്ള അല്ലേ? ഓക്കെ. ബാക്കിയുള്ളവർക്ക് അതിനെപ്പറ്റി അധികം അറിയാത്ത കൊണ്ടാണോ അതോ മനസ്സിലാക്കി വേണ്ട എന്ന് തീരുമാനിച്ചതാണോ? ബാക്കിയുള്ളവർക്ക് അപ്പം എന്താണ് താല്പര്യം? എന്താ, ടീച്ചിങ് ഉണ്ടോ? ടീച്ചിങ് അത്രയും പേരേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഏതാ ഇവിടുന്ന് വേറെ തൊഴിൽ സാധ്യതകൾ ഏതിലൊക്കെയാ പോകുന്നത്? നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഏതിലേക്ക് പോകാനാ ഇനി താല്പര്യം? ഹയർ സ്റ്റഡീസ് ഉണ്ടോ? മതിയായി, പഠിത്തം മതിയായി. ഹയർ സ്റ്റഡീസ് താല്പര്യമുള്ള ആരുമില്ല. ഓക്കെ. അപ്പോൾ ഇപ്പം ഞാനിത് സിവിൽ സർവീസിനെ പറ്റി അധികം ഇവിടെ പറയണോ എന്നൊക്കെ ഉള്ള കാര്യം എനിക്കറിയില്ല. ആൾക്കാർ വളരെ കുറവാണ്. എന്തായാലും അവർക്ക് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് സൂചിപ്പിക്കാം. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഒരു PSC പരീക്ഷ മാത്രമാണ് സിവിൽ സർവീസിന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കേരള PSC പോലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC നടത്തുന്ന ഒരു പരീക്ഷ മാത്രമാണ്. അതിന് ഡിഗ്രി ഉള്ള ആർക്ക് വേണമെങ്കിലും എഴുതാം, ഡിഗ്രി മാത്രം മതി. അപ്പോൾ അതിനകത്ത് ഓപ്ഷണൽ പേപ്പേഴ്സ് ചൂസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ചെയ്യുന്നത് അവർ ആ ഡിഗ്രിക്ക് തന്നെ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷണൽ സബ്ജക്റ്റ് തന്നെ അവർ ഡിഗ്രിക്കും കൂടെ അങ്ങ് എടുക്കും. അപ്പോൾ ആ കോഴ്സ് കഴിയുന്ന സമയത്തേക്ക് ഇവരുടെ ഓപ്ഷണൽ പേപ്പർ അങ്ങ് കവറാകും. അപ്പോൾ അവർക്ക് ആ പരീക്ഷയ്ക്ക് ഉപയോഗം അവരുടെ ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്യാം. ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്നവരുണ്ട്. ഇനി അതല്ല, ഇപ്പം ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്, ഞാൻ ഇതിനെടുത്തത് മലയാളം ലിറ്ററേച്ചറാണ്.
അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് മതി, അതൊന്നും വിഷയമല്ല. നമുക്ക് ഏതെങ്കിലും എടുക്കാം, അതിനുശേഷം ഇതിലേക്ക് വരാം. അതിനുശേഷം നമ്മൾ ഇതിൽ വരുമ്പോൾ നമുക്കൊരു 3 സ്റ്റേജിലാണ് പരീക്ഷ നടക്കുന്നത്. ആദ്യം ഒരു പ്രിലിമിനറി സ്റ്റേജ് ഉണ്ടാവും, അത് ഒബ്ജക്റ്റീവ് ആണ്. അതിനകത്ത് ഒരു ജനറൽ സ്റ്റഡീസിൻ്റെ പേപ്പർ ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. അതിൽ ഇംഗ്ലീഷും മാത്സും റീസണിങ്ങും അതൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്വാളിഫയിങ് പേപ്പറാണ്. അതിൻ്റെ മാർക്ക് ഫൈനലിലേക്ക് കൗണ്ട് ചെയ്യില്ല, ജസ്റ്റ് ഇത് പാസ്സായാൽ മാത്രം മതി. പാസ്സാവാന്ന് ഉദ്ദേശിക്കുന്നത് ആ വർഷത്തെ ഇതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാ ആൾക്കാരുടെയും മാർക്കും എല്ലാം കമ്പയർ ചെയ്ത് ഒരു കട്ട് ഓഫ് വരും. പക്ഷേ ഉച്ചത്തെ ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷയ്ക്ക് ഒരു സെറ്റ് മാർക്കുണ്ട്, അത് പാസ്സായാൽ മാത്രമേ രാവിലത്തെ പേപ്പർ വാല്യൂ ചെയ്യുള്ളൂ. അപ്പോൾ രാവിലത്തെ പേപ്പറിൻ്റെ ഈ പറയുന്ന ഒരു കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യും. ഓരോ വർഷവും വ്യത്യാസമായിട്ട് വരും. അതിനകത്ത് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എലിമിനേഷൻ റൗണ്ട് പോലെയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ മെയിൻസിലേക്ക് പോവാം. ഈ മെയിൻസ് ആണ് ഈ 3 സ്റ്റേജിലെയും ഏറ്റവും ഡിസിസീവ് ആയിട്ടുള്ളൊരു സ്റ്റേജ് എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് 9 പേപ്പർ വരും. അപ്പോൾ അതിൽ ജനറൽ സ്റ്റഡീസ് പേപ്പേഴ്സ് 4 വരും. പിന്നെ ഈ ഓപ്ഷണൽ പേപ്പർ 2 ഉണ്ടാവും. അത് ഒരു സബ്ജക്റ്റിന് തന്നെ 2 പേപ്പർ ആയിരിക്കും. അതിൻ്റെ ഒരു തിയറിയും പ്രാക്ടിക്കലുമായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഒരു ജസ്റ്റ് പാസ്സാവേണ്ട ഒരു ഇംഗ്ലീഷ് പേപ്പറും ഒരു റീസണിങ് പേപ്പറും ഉണ്ടാവും. റീജിയണൽ പേപ്പർ ഉണ്ടാവും. അത് മലയാളം അല്ലെങ്കിൽ ഹിന്ദി എടുക്കാം, ഏതാണെന്ന് വെച്ചാൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എസ്സേയുടെ പേപ്പർ ഉണ്ടാവും. അതിൻ്റെ മാർക്ക് കൗണ്ട് ചെയ്യും. ഇപ്പോൾ ഇത് ഇത്രയും കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ഒരു 10 ലക്ഷത്തോളം പേര് ഈ പ്രിലിംസിന് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അതിൽ 5 ലക്ഷം എന്ത് ചെയ്യുള്ളൂ, കുറച്ച് സീരിയസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടാവുള്ളൂ. അതിനുശേഷം അതിൽ ഒരു 10-10,000 പേര് മെയിൻസ് എഴുതും. അതിനുശേഷം വരുന്നതാണ് ഇൻ്റർവ്യൂ. UPSC ഡൽഹിയിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു 5 പേരുടെ പാനൽ ഉണ്ടാവും. അവർ നമ്മുടെ അടുത്തൊരു ഇൻ്റർവ്യൂ എന്നല്ല, UPSCയുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് പറയുന്നവർ. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കൽ, ഒരു റാപ്പിഡ് ഫയർ റൗണ്ടോ ഒന്നും നടക്കുന്നില്ല. നമ്മുടെ ഒരു അഭിരുചി എന്താണ് എന്ന് കണ്ടെത്തുന്ന മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ ഓരോരോ സർവീസിന്, ഇപ്പം ഫോറിൻ സർവീസ് ഉണ്ടെങ്കിൽ അതിന് ആ ഒരു ഡിപ്ലോമാറ്റിൻ്റെ ഒരു രീതി ഉണ്ടോ എന്ന് നോക്കും. കാരണം ആ ഒരു രാജ്യത്തെ റെപ്രസെൻറ്റ് ചെയ്തായിരിക്കുമല്ലോ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഡിവിജ്വൽ ട്രേറ്റ് അല്ല, ഒരു നേഷൻ വൈഡ് ആയിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളായിരിക്കും അതിൽ നോക്കുന്നത്. അതിനനുസരിച്ച് ഒരു ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് ഇടും. അപ്പോൾ ഈ മെയിൻസിൻ്റെ 9 പേപ്പറിൻ്റെ മാർക്കും ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും ചേർത്തായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഘടന എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്നൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു കണ്ടിന്യൂയിങ് ആയൊരു പ്രോസസ്സാണ്. നമുക്ക് കുഞ്ഞിലേ തൊട്ട് ചെയ്യാം, അല്ല ഡിഗ്രി കഴിഞ്ഞ് ചെയ്യാം, അത് ഓരോരുത്തരുടെ സ്ട്രാറ്റജിയാണ്. പക്ഷേ പൊതുവിൽ നമുക്കിതിന് ആവശ്യം കുറച്ചൊരു പത്രം വായനയൊക്കെ ഉണ്ടെങ്കിൽ പൊതുവിൽ ഒരു അവബോധം ഉള്ളത് നല്ലതായിരിക്കാം. അതുപോലെ നമ്മുടെ ഒരു ലാംഗ്വേജ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും റിട്ടൺ പേപ്പർ അല്ലേ, അപ്പോൾ നമുക്കൊരു ബ്ലാങ്ക് ഷീറ്റ് തന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കോളേജിലൊക്കെ എഴുതുന്ന പോലെ തന്നെയാണ്, ഒരു ബ്ലാങ്ക് ഷീറ്റ് തന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്, കോളേജിൽ നമ്മളിങ്ങനെ കെട്ടുകണക്കിന് എഴുതും അല്ലേ, എന്നിട്ട് എല്ലാം കൂടി കോർത്ത് ആ വെയിറ്റ് അനുസരിച്ച് മാർക്ക് കിട്ടും. പക്ഷെ നമുക്ക് UPSCക്ക് അത് പറ്റില്ല. കാരണം ഒരു ബുക്ക്ലെറ്റ് അവർ തരും. അപ്പോൾ അതിനകത്ത് ആ സ്പേസിനകത്ത് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. അപ്പോൾ നമ്മൾ വലിച്ചു വാരി എഴുതി കഴിഞ്ഞാൽ ഇത് സ്ഥലവുമില്ല, അത് വായിക്കാൻ ആളും ഇല്ല, അതിനുള്ള സമയവും ഇല്ല. അപ്പോൾ ആ ടു ദ ക്വസ്റ്റ്യൻ എന്താണ് ചോദ്യം അതിനെ സ്പ്ലിറ്റപ്പ് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് പോയിൻ്റായിട്ട് കൊടുക്കുക, ഡയഗ്രാംസും ഫ്ലോ ചാർട്ട്സും അങ്ങനെ അതിനെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അതായിരിക്കും നമ്മുടെ മെയിൻസിൻ്റെ ഒരു സ്ട്രാറ്റജി. അപ്പോൾ അത് ഒത്തിരി മോക്ക് ടെസ്റ്റുകളൊക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ഒരു റൈറ്റിംഗ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. ഇപ്പം മലയാളം പോലത്തെ ഐച്ഛിക വിഷയങ്ങൾ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ മലയാളം കുറച്ചും കൂടി എഴുതാൻ ബുദ്ധിമുട്ടാണ് അല്ലേ, ലിപിയുടെ വ്യത്യാസം കൊണ്ട് സമയം കൂടുതലെടുക്കും. അപ്പോൾ നമുക്ക് 3 മണിക്കൂറിൻ്റെ പേപ്പറാണ്, 250 മാർക്കാണ് ഒരു പേപ്പറിന്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് തന്നെ ഒരു സക്സസ് ആണ്. കാരണം അത്രയും ടൈമിൻ്റെ ഒരു കൺസ്ട്രെയിൻറ്റ് ഉള്ളൊരു പേപ്പറാണ്. അപ്പോൾ നമ്മൾ പേപ്പറിന്ന് പേന എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗെയിം ഔട്ടാണ്. കാരണം അത്രയും സമയം ഉണ്ടാവുള്ളൂ നമ്മൾ എഴുതുക എന്നുള്ളത്. അപ്പം ഇത് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും കട്ടിയുള്ള പരീക്ഷയല്ല, പക്ഷേ ഏറ്റവും അധികം പെർസീവിയറൻസ് വേണ്ട ഒരു പരീക്ഷയാണെന്ന് ഞാൻ പറയും. കാരണം പ്രിലിംസ് ഇത്രയും പേര് എഴുതുന്നു, നമ്മളത് എഴുതി പാസ്സായി, നമ്മൾ മെയിൻസും പാസ്സായി, നമ്മൾ ഇൻ്റർവ്യൂവിന് എത്തുമ്പോൾ മെയിൻസും ഇൻ്റർവ്യൂവും ചേർക്കുമ്പോൾ ഈ 9 പേപ്പറിൽ ഓരോ സ്ഥലത്ത് അരമാർക്ക് കുറഞ്ഞാലും 1-2 മാർക്ക് ഫൈനലി കുറയുന്നു, ഇൻ്റർവ്യൂവിന് 1 മാർക്ക് കുറയുന്നു, എല്ലാം കൂടി ചേർത്ത് 1-2 മാർക്കിന് നമ്മൾ ഔട്ടാവുമ്പോൾ, പാമ്പും കോണിയും കളിക്കുമ്പോൾ എങ്ങനെയാ, മുകളിൽ എത്തിയിട്ട് നേരെ പാമ്പ് വിഴുങ്ങി വീണ്ടും താഴെ എത്തുന്ന പ്രതീതിയാണ്. അല്ലെങ്കിൽ ഒരു 1ാം നില കെട്ടിടത്തിൽ നിന്ന് വീഴുന്ന പോലെയല്ല 3ാം നില കെട്ടിടത്തിൽ നിന്ന് വീഴുമ്പോൾ ഉള്ള ഒരു അവസ്ഥ.
അപ്പോൾ അത് നമ്മൾ എങ്ങനെ ലൈഫിലെ ഫെയിലിയേഴ്സ് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് നമ്മൾ എങ്ങനെ എഴുന്നേക്കാൻ പറ്റും, വീണ്ടും ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരാളുടെ ഒരു പെർസീവിയറൻസ്, അയാളുടെ ഇച്ഛാശക്തിയെ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷ തന്നെയാണിത്. അപ്പോൾ അതിനുവേണ്ടി ആ UPSCയുടെ ആ ഒരു സിസ്റ്റം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു ജോബിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ഒരു പവർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രസ്റ്റീജ്, ഈ പറഞ്ഞ ഫെയിം എന്ന രീതിയിൽ നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഡിസില്യൂഷൻഡ് ആയിട്ട് നമ്മൾ പോകും. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ ആണ് അല്ലേ. ഇപ്പം നമ്മൾ ഇതിൻ്റെ പവർ ഉണ്ട്, പക്ഷെ ആ പവറിനോടൊപ്പം തന്നെ എന്തുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇതൊരു 24/7 ജോബാണ്. നമുക്ക് ഇതിൽ ഈ സമയം 10 മുതൽ 5 വരെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. രാത്രി ആകുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് നിമിഷവും ഇപ്പോൾ ഒരു പോലീസിൻ്റെ യൂണിഫോം ഇട്ടാൽ എന്താ, ഏത് നിമിഷവും നമുക്ക് ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വരുന്നു, ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യം വരുന്നു. അപ്പോൾ ഏത് പാതിരാത്രി ആയാലും നമ്മൾ അവൈലബിൾ ആയിരിക്കുക വർക്കിൽ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സർവീസ് എന്ന ഒരു കൊണോട്ടേഷൻ അതിൽ കൊടുത്തത് തന്നെ അതുകൊണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഇടതടവില്ലാതെ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും കൂടി ഒരു പരീക്ഷയാണിത്. ഇത്രയും അധികം ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയെ പോലെ ഇത്രയും യുവാക്കൾ തിങ്ങി നിറഞ്ഞ ഒരു രാജ്യത്ത് അവരോടൊപ്പം എല്ലാവരും ഒന്നിനൊന്നും മെച്ചമാണ് അല്ലേ. അപ്പോൾ അവരോടൊപ്പം അങ്ങനെ നിന്ന് പൊരുതി ഇത് എടുക്കണം എന്ന്, ഓരോ തവണ തോൽക്കുമ്പോഴും വീണ്ടും വിജയത്തിലേക്ക് മുന്നേറണം എന്നുള്ള ആ ഒരു വിൽ പവറോട് കൂടി നമ്മൾ വർക്ക് ചെയ്യണം എന്ന് കാണിക്കുന്ന പരീക്ഷയാണെങ്കിൽ അതുപോലെ തന്നെയാണ് ആ ഒരു വർക്ക് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നതും അവരതിൽ നിന്ന് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ കരുതണം. അല്ലാതെ നമ്മളിത് നേടുക എന്നുള്ളതല്ല, അതിനകത്ത് ചെന്നിട്ട് എന്താണ് വർക്ക് എന്നുള്ളത് നോക്കുക. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്ക് അവരുമായിട്ട് ഇടപെടുക, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കുക. അതല്ലാതെ അറിയാതെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളതിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിപ്പോൾ ഏതൊരു ജോലി ആയാലും, ഇപ്പം ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും ഏതൊരു ജോലി ആയാലും അതിനെപ്പറ്റി ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടാതെ നമ്മൾ അതിൽ ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പം ഞാൻ പരീക്ഷയുടെ ഒരു സ്റ്റേജ് അങ്ങനെയാണ് പറഞ്ഞു. പ്രിപ്പറേഷൻ ആയാലും ഒരു ബേസിക് വായന നല്ലതാണ്. റീഡിങ്, ജനറൽ റീഡിങ് ആവാം, അതല്ലെങ്കിൽ ഇതുപോലത്തെ ഇതിന് സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ഓപ്ഷണൽസ് ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ വായനയാകാം. പിന്നെ ഈ ഒരു പൊതു അവബോധം എന്ന രീതിയിൽ പത്രവായനയും ചെയ്യും. പിന്നെ ഇതിന് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഒരു നോട്ട് മേക്കിംഗ് എന്നൊരു സ്ട്രാറ്റജി ഉണ്ട്. പലപ്പോഴും നമ്മൾ കോളേജ് സ്കൂൾ ടൈമിൽ ചെയ്യാത്തത് ആണ് ഇതിൽ ചെയ്യേണ്ടത്. കാരണം ഇപ്പം ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ അവർക്കറിയായിരിക്കും സിസ്റ്റമാറ്റിക് ആയ ഒരു പഠനം ഇതിനാവശ്യമുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ സ്ട്രാറ്റജി, അതായത് അവരുടെ ഒരു സ്കീം എന്ന് പറയുന്നത് ഇത്രയും അധികം പഠിക്കാനുള്ളൊരു കോഴ്സാണ് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ പുസ്തകങ്ങളും അതിനകത്ത് ഈ ലാറ്റിനും കാര്യങ്ങളുമാണ് മിക്ക ടേംസും. അപ്പോൾ നമുക്കത് ഓർത്ത് വയ്ക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ അത്രയും നമ്മൾ നോട്ട്സ് ആക്കി റിപ്പീറ്റഡ് ആയ ഒരു റീഡിങ്ങിൽ മാത്രമേ ഇത് റിക്കളക്ഷൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് പഠനം ഇപ്പോൾ എൻജിനീയേഴ്സിനില്ല, അല്ലെങ്കിൽ മറ്റ് ഇതുപോലത്തെ ആർട്സോ സയൻസ് കോളേജസിലൊന്നും അതില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ എൻജിനീയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഡേ പഠിച്ചിട്ട് പരീക്ഷ എഴുതുന്നവരാണ്. പക്ഷെ അങ്ങനെ നമുക്ക് UPSC ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ പഠന രീതി തന്നെ മൊത്തത്തിൽ മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു അഡാപ്റ്റബിലിറ്റി നമുക്കുണ്ടോ എന്നും കൂടി ഈ പരീക്ഷ നോക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കുകയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് അനലൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ റിപ്പീറ്റഡ് റിവിഷനിലും അതിനകത്ത് ആവശ്യമുള്ള അഡീഷൻസും ചേഞ്ചസും വരുത്തിക്കൊണ്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആദ്യത്തെ തവണ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഗൈഡൻസ് കിട്ടും. പക്ഷെ അതിനെ മൊത്തത്തിൽ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടേതായ ഒരു പഠന രീതി നിങ്ങൾ അവലംബിക്കേണ്ടതുണ്ട്. അപ്പം ഒരു വിന്നറിൻ്റെ രീതി ആയിരിക്കില്ല മറ്റൊരു വിന്നറിൻ്റെ അല്ലേ. അപ്പോൾ അത് സ്വയമേ ഓരോ വ്യക്തിയും കണ്ടെത്തേണ്ടതുണ്ട്, അവർക്ക് ഏത് സ്ട്രാറ്റജി വർക്ക് ചെയ്യും. ഇപ്പോൾ പ്രിലിംസിനാണെങ്കിൽ ആൻസർ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് അല്ലേ. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 4 ഓപ്ഷനിൽ ഒരെണ്ണം ആൻസർ ആണ്, അത് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അതിന് ചൂസ് ചെയ്ത് മാത്രം കൊടുക്കാവുന്ന ജോലിയേ ഉള്ളൂ. അപ്പോൾ അവിടെ എലിമിനേഷൻ സ്ട്രാറ്റജി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇൻ്റലിജൻറ്റ് ഗസ്സിങ് ആണ് കൂടുതൽ നോക്കേണ്ടത്. ഇപ്പോൾ അതിൽ 2 എണ്ണം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു 50-50 ചാൻസ് ഉണ്ട് അല്ലേ ആൻസർ കറക്റ്റ് ആവാൻ. അപ്പോൾ അതിൽ നിന്ന് ഏതെടുക്കണം, നമ്മൾ പഠിച്ച കാര്യങ്ങളായിരിക്കില്ല. നമ്മൾ എന്തെല്ലാം പ്രിപ്പയർ ചെയ്താലും UPSC ഓരോ വർഷവും ഇംപ്രൂവൈസ് ചെയ്യുന്നത് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലാണ്. നമ്മൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നല്ല, അൺപ്രഡിക്റ്റബിൾ PSC എന്നാണ് നമ്മൾ ആസ്പിറൻസ് അതിനെ റെഫർ ചെയ്യുന്നത്. കാരണം
ഹോളിൽ ഇരുന്ന് പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും പഠിക്കാതെ ഇതൊക്കെ എവിടുന്നാ വന്നതെന്ന് തോന്നും. പക്ഷെ അതിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ആൻസർ എങ്ങനെ മറ്റുള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് എടുക്കാൻ പറ്റും എന്ന് നമ്മൾ അവിടെ ഇരുന്നിട്ട് ഒന്ന് ചിന്തിക്കുന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എല്ലാം കാണാതെ പഠിച്ചിട്ട് വന്നിട്ട് എഴുതാനല്ല അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ആ പരീക്ഷയുടെ ഓരോ സ്റ്റേജും ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അത്ര ബ്രില്യൻസോട് കൂടിയാണ്. അപ്പൊ അത് നമ്മളെ ആ ജോലിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുവാണ് അല്ലേ. ഇപ്പൊ ഈ ഒരു ജോലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം സെറ്റായിട്ട് നമുക്ക് തരുമല്ല. ഇന്ന് ഇത്ര കാര്യങ്ങൾ ചെയ്യാം, നാളെ ഇത്ര കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഇന്ന് എന്താ ചെയ്യുന്നത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇപ്പം ഞാൻ പറയുന്ന 11 മണിക്ക് എനിക്ക് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്. പക്ഷെ എനിക്ക് ഒരു ഉറപ്പില്ല ആ മീറ്റിംഗ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും വിഷയം വന്ന് നമ്മൾ അതിലോട്ട് പോകും അല്ലേ. നമ്മൾ ഒരു ദിവസം പ്രതീക്ഷിക്കുന്നുണ്ടോ ഇന്ന് ഇവിടെ ഒരു കൊലപാതകം നടക്കും, ഇന്ന് ഇവിടെ ഒരാൾ ആത്മഹത്യ ചെയ്യും, ഇവിടെ ഒരു ലഹള പൊട്ടിപ്പുറപ്പെടും, ഇത് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അത്രയും അൺപ്രഡിക്റ്റബിൾ ആയ ലോകത്ത് നമ്മൾ വർക്ക് പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കുക. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റിയാണ്. ജോബ് ഡൈവേഴ്സിറ്റിയാണ് സിവിൽ സർവീസിന് വലിയ ഒരു ടാഗ് ലൈൻ തന്നെ കൊടുക്കാൻ പറ്റുന്നത്. നമ്മൾ അല്ലാതെ ഒരു ഗവൺമെന്റ് ജോബിലോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടർ ഏതാന്ന് വെച്ചാൽ അതിന് ഒരു സർട്ടൻറ്റി ഉണ്ട് അല്ലേ, ഒരു ഉറപ്പുണ്ട് ഇന്ന കാര്യങ്ങളായിരുന്നു നടക്കുന്നത്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും ആ ഉറപ്പില്ല അല്ലേ. അത് തന്നെയാണ് നമ്മുടെ സിവിൽ സർവീസിനുള്ളത്. അപ്പോൾ മൊണോട്ടണസ് ആയൊരു ജോബാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്ന് പറയാം. ഓരോ ദിവസം നല്ല വെറൈറ്റി അല്ലേ. അപ്പൊ ഇന്ന് എന്ത് ചെയ്യുന്നത് നമുക്കറിയില്ല. അത് വൈകുന്നേരം ആകുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇന്ന് ഇത്ര കാര്യങ്ങൾ നടന്നു, നാളെ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ ഒരു കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ ഒരു ഫോറിൻ സർവീസ് എന്നൊരു ഓപ്ഷൻ എടുക്കുന്ന ആൾക്ക് ഓരോ 3 വർഷം കൂടുമ്പോഴും ഒരു പുതിയ രാജ്യത്ത് വർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ട്രാവലിംഗ് അല്ലെങ്കിൽ പുതിയ ആൾക്കാരും അവരുടെ സംസ്കാരവും ഒക്കെ പരിചയപ്പെടാൻ താല്പര്യമുള്ള ഒരാളുടെ അഭിരുചിയാണെങ്കിൽ അയാൾ IFS ഓപ്റ്റ് ചെയ്യാം. അതുപോലെ ഇപ്പോൾ IAS ആണെന്നുണ്ടെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റ്സിൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് റവന്യൂ ആകാം, എഡ്യൂക്കേഷൻ, ഫിനാൻസ്, ഇങ്ങനെ പല സ്ഥലത്തും സെക്രട്ടറിയും കാര്യങ്ങളുമായിട്ട് പോവാം. ഇപ്പോൾ IPS പോലത്തതാണെങ്കിൽ എപ്പോഴും ജനങ്ങളുമായിട്ട് കൂടുതൽ ഇന്ററാക്ഷനും താല്പര്യമുള്ളവരാണെങ്കിൽ ഇതുപോലെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വരുന്നു, അതുപോലെ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോവാം. അതുകൂടാതെ നമുക്ക് മറ്റ് ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ UN അങ്ങനത്തെ മറ്റ് ഏജൻസീസിലേക്ക് നമുക്ക് ഡെപ്യൂട്ടേഷനായിട്ട് പോകാൻ പറ്റും. അപ്പം IB അല്ലെങ്കിൽ NIA, CBI ഇതുപോലത്തെ ഏജൻസീസിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് മറ്റ് സർവീസസ് ഉണ്ട്. IRS പോലെ റവന്യൂ സർവീസ്, കസ്റ്റംസും എക്സൈസും പോസ്റ്റൽ സർവീസസ് ഉണ്ട്, റെയിൽവേയുടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല നമ്മുടെ എവിടെയാണോ താല്പര്യം, കുറച്ചും കൂടെ ഒരു ഓഫീസ് ജോബാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ റവന്യൂ പോലത്തെ സർവീസസ് ഓപ്റ്റ് ചെയ്യാം. അതുപോലെ റെയിൽവേ, പോസ്റ്റൽ അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട് അല്ലേ. നമ്മുടെ ലൈഫിന് കുറച്ചൊരു സെറ്റ് പാറ്റേൺ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫും അതിനോടൊത്ത്. പക്ഷെ ഇതുപോലത്തതാകുമ്പോൾ നമുക്ക് പേഴ്സണൽ ലൈഫ് നമ്മുടെ ഒരു കുറച്ചും കൂടെ ഒന്ന് ബാക്ക് സീറ്റ് എടുക്കേണ്ടി വരും. പലപ്പോഴും നമ്മൾ അതിനായിട്ട് കൂടുതൽ സമയം ഡെഡിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരും. അപ്പോൾ നമ്മുടെ ഫാമിലി സപ്പോർട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സർവീസാണ്. അപ്പോൾ അങ്ങനെ പല പല ഫാക്ടേഴ്സ് കൂടിയിട്ടായിരിക്കും ഇതുപോലത്തെ സർവീസസ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കൃത്യമായ പ്ലാനിങ്ങിലൂടെ അത് ചൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ പകുതിയിലേറെ സമയം ചിലവഴിക്കേണ്ട ഒരു സർവീസിൽ നമുക്ക് കറക്റ്റായിട്ട് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് എനിക്ക് മനസ്സിലാവുന്നത് 2 ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. ഒന്ന്, തനിയെ പഠിക്കണോ അതോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. അതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ വന്നു കഴിഞ്ഞാൽ സമയം കളയേണ്ടി വരും. പക്ഷേ അവർ കുറേ ഇതിനെപ്പറ്റി ചിന്തിച്ച് മനസ്സിലാക്കിയ ഒരു ഗ്രൂപ്പാണല്ലേ. അപ്പോൾ അവരുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ മൊത്തത്തിലൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്കൊരു ഹോളിസ്റ്റിക് ആയൊരു വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ മൈക്രോ മാനേജ്മെൻറ്റ് നമുക്ക് കൂടുതൽ ഈസിയർ ആയിരിക്കും. അതിനുശേഷം നമ്മുടേതായ ഒരു സെൽഫ് സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മുടേതായ രീതിയിൽ അങ്ങ് വർക്ക് ചെയ്യുക. അത്രയേ അതിനകത്ത് പറയാനുള്ളൂ. വേറെ നിങ്ങളുടേതായ ചോദ്യങ്ങൾ ഇന്ററാക്റ്റീവ് ആക്കുക എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്താ ഉള്ള പറയാൻ? ഇതിനകത്ത് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞവർക്ക് ചോദിക്കാം. മാം, എൻ്റെ പേര് രഹ്ന. ഞാൻ സെക്കൻഡ് ഇയർ BA ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ മാമിൻ്റെ കൂടെ ഈ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ. കാരണം മേ ബി അത് ചിലപ്പോൾ എനിക്ക് സിവിൽ സർവീസിലോട്ടൊരു ആഗ്രഹം ഉണ്ടായിട്ട് ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു IAS ഓഫീസറെ നേരിട്ട് കാണണമെന്നുണ്ട്, ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ
അപ്പോൾ ഒരു IPS ഓഫീസറുമായിട്ട് ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ പങ്കിടുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ ഇതിനു മുന്നേ ശ്രീലത മാം എന്ന് പറയുന്ന മാമിൻ്റെ ആയിരുന്നു സമ്മാനം വാങ്ങാനൊരു ഇത് കിട്ടിയിട്ടുണ്ട്, പക്ഷെ സംസാരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര കഷ്ടപ്പെട്ടാണല്ലോ ഈ ഒരു പൊസിഷനിൽ എത്തിയത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കാരണം ശരിയായ നടപടികൾ സ്വീകരിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു ഇൻറ്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കുന്നത് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ്? ഓക്കെ, താങ്ക് യു രഹ്ന. നല്ലൊരു ചോദ്യമാണ്. ആദ്യം തന്നെ ഇപ്പം ഇതിനകത്തൊരു കാഡർ സിസ്റ്റം ഉണ്ട്. നമ്മൾ ഈ ഓൾ ഇന്ത്യ സർവീസ് ചൂസ് ചെയ്യുമ്പോൾ, ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത് IAS-ഉം IPS-ഉം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണ്. കാരണം ഫോറിൻ ഇന്ത്യയിലല്ലല്ലോ. അപ്പോൾ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ പരീക്ഷയുണ്ട്. അതും ശരിക്കും ഇതിനകത്ത് തന്നെ നമ്മൾ പ്രിലിംസ് കോമൺ ആയിട്ട് എഴുതും. പക്ഷേ ആ പ്രിലിംസിനും കട്ട് ഓഫ് കൂടുതലായിരിക്കും ഫോറസ്റ്റ് എടുക്കുകയാണെങ്കിൽ. കാരണം അതിന് സീറ്റ് കുറവാണ്, അപ്പോൾ അതിന് കട്ട് ഓഫ് കൂടുമല്ലോ. അതിനുശേഷം മെയിൻസ് അവരുടെ വ്യത്യാസമായിരിക്കും, വേറെ പരീക്ഷയാണ്. അതിനകത്ത് 2 ഓപ്ഷണൽ പേപ്പേഴ്സ് വരും. അതിനുശേഷം പിന്നെ ഇൻ്റർവ്യൂവും വേറെയാണ്. അപ്പോൾ എനിക്ക് ഫോറസ്റ്റിൻ്റെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫോറസ്റ്റ് താല്പര്യമുണ്ടെങ്കിൽ, ഇങ്ങനെ കാടും മലകളും അങ്ങനെയൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഞാൻ പറയാൻ വരുന്നത്, ഇത് രണ്ടും ഉണ്ടെങ്കിലും ഈ 3 എണ്ണത്തിനകത്തും കാഡർ വരും. അതായത് നമ്മൾ ഓപ്ഷണൽ എല്ലാം ലാസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഏത് കാഡർ നമുക്ക് വേണം എന്ന് നമ്മൾ ഓപ്ഷൻ കൊടുക്കും. പക്ഷെ അത് തന്നെ കിട്ടണം എന്നില്ല, പക്ഷെ നമുക്ക് ചോയ്സ് കൊടുക്കാം. അതിനകത്ത് പിന്നെ റൊട്ടേഷനും കാര്യങ്ങളും വരുമല്ലോ, ഓരോ റാങ്ക് ലിസ്റ്റിൻ്റെയും എല്ലാം വന്നിട്ടായിരിക്കും ആ വർഷം എത്ര വേക്കൻസി റിപ്പോർട്ട് ആവും. ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് കാഡർ കിട്ടുന്നത്. കാഡർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് മാത്രമാണ്. ഇപ്പം ഇത് കേരള കാഡറാണ്, ഞാൻ കേരള കാഡർ അലോട്ട് ആയതാണ്. അല്ല തമിഴ്നാട്, തെലങ്കാന, അങ്ങനെ എല്ലാ സ്റ്റേറ്റുകളും വരും. അതുകൂടാതെ ആഗ്മുട്ട് എന്ന് പറഞ്ഞൊരു കാഡറുണ്ട്. അത് യൂണിയൻ ടെറിട്ടറീസിലെ അതെല്ലാം കൂടി ചേർത്ത്, ലക്ഷദ്വീപും പോണ്ടിച്ചേരിയും അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു കാഡറും കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും ഈ കാഡർ സിസ്റ്റം വരുമ്പോൾ രഹന ചോദിച്ച ചോദ്യത്തിന് അവിടെയാണ് ഒരു പ്രസക്തി. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അല്ലേ, അത് ആ സ്റ്റേറ്റിൻ്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ പോലെ ആയിരിക്കും വരുന്നത്. ഇപ്പം ഞാൻ കേരളത്തെ പറ്റി കമൻറ്റ് ചെയ്യുവാണെങ്കിൽ, സിവിൽ സർവൻസിന് വർക്ക് ചെയ്യാൻ നല്ല ഒരു ആംബിയൻസ് ഉള്ള സ്റ്റേറ്റാണ് കേരള. കാരണം അമിതമായ ഇൻഫ്ലുവൻസ് ഇല്ല. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പം നമ്മൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും എന്നും പൊളിറ്റിക്കൽ ചർച്ചകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ അകത്ത് വന്നപ്പോൾ മനസ്സിലാക്കുന്നത്, ഇപ്പം ഞാനിവിടെ ഈ കരുനാപ്പള്ളി വർക്ക് ചെയ്യുന്ന ഒരു 10 months ആയിട്ടുണ്ട്. എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതായത് ഏതെങ്കിലും പൊളിറ്റീഷ്യൻ വിളിച്ചിട്ട് ഇതെല്ലാം ചെയ്യണം, അത് തെറ്റായിട്ടുള്ള കാര്യം ഇത് ചെയ്യണം, അങ്ങനെ എനിക്ക് ഇതുവരെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടില്ല. ഞാൻ സീനിയേഴ്സിനോട് ഡിസ്കസ് ചെയ്തതിലും നമ്മുടെ കാഡ് ഭയങ്കര ഒരു സിവിൽ സർവൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. പിന്നെ ഇനി അല്ലാതെ നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മുടെ കൊളീഗ്സും എല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിലും നമ്മുടെ ഇൻറ്റഗ്രിറ്റി അത് എവിടെയായാലും നമുക്ക് സൂക്ഷിച്ചേ പറ്റൂ. കാരണം വേറൊന്നുമല്ല, അത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ എക്സിസ്റ്റൻസ് ഇല്ല അല്ലേ. വേറെ ആരോടും നമ്മൾ ആൻസറബിൾ അല്ല. നമുക്കൊരു കോൺഷ്യൻസ്, ഒരു മനസാക്ഷിയുണ്ട്. അപ്പോൾ ഒരു തെറ്റായ കാര്യം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്താൽ നമുക്ക് പിന്നെ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അല്ലാതെ മറ്റ് എത്തിക്കൽ കാര്യങ്ങളൊക്കെ വേറെ, പക്ഷെ നമ്മുടെ സ്വന്തം സന്തോഷം എല്ലാവർക്കും പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ മറ്റ് ഡൗട്ടൊന്നും വെക്കണ്ട. മാക്സിമം വന്നാൽ നമുക്കൊരു ട്രാൻസ്ഫർ വരും. നമ്മളൊരു ഓൾ ഇന്ത്യ സർവീസ് ഓഫീസിനാണ് ഇന്ത്യയിൽ എവിടെയോ വർക്ക് ചെയ്യാമെന്ന് കമ്മിറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ ആ സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഗവൺമെൻറ് എല്ലാവിധ അലവൻസും കാര്യങ്ങളും തരുന്നുണ്ട്. ട്രാൻസ്ഫർ അലവൻസ് ഉണ്ട്, അതിനുള്ള കോസ്റ്റ് എല്ലാം ഗവൺമെൻറ് വഹിക്കും. എവിടെ ചെന്നാലും നമുക്ക് അക്കോമഡേഷനും ട്രാവലിങ്ങും എല്ലാം ഗവൺമെൻറ് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഈ ഫാമിലിയുടെ കുറച്ച്, അതാണ് ഞാൻ പറഞ്ഞത്, ഓൾ ഇന്ത്യ സർവീസിന് ഫാമിലി സപ്പോർട്ട് വളരെ പ്രധാനമാണ്. നമുക്ക് ഇടയ്ക്കിടയിൽ ട്രാൻസ്ഫേഴ്സ് എല്ലാം വരുമ്പോൾ അവരുടെ ജോലി, സ്പൗസിൻ്റെ അല്ലെങ്കിൽ കുട്ടികളുടെ പഠനം, ഇതുപോലത്തെ കാര്യങ്ങൾ കുറച്ചൊന്ന് സാക്രിഫൈസ്. പക്ഷെ അതിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെ നല്ലൊരു എക്സ്പോഷർ ആയിരിക്കും അല്ലേ. നമ്മളിപ്പം ഒരു സ്ഥലത്ത് തന്നെ പഠിക്കുന്നത് പോലെ അല്ല. നമ്മുടെ ഇവിടെ തന്നെ ഇപ്പോൾ ജോയിൻ ചെയ്ത കുട്ടികൾ നോക്കിയാൽ അറിയാം, അവർക്ക് സ്കൂളിംഗ് പല പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു എക്സ്പോഷറിൽ വ്യത്യാസമുണ്ട്. നമ്മളെ ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ മോൾഡ് ചെയ്തെടുക്കുന്നത് നമ്മുടെ എക്സ്പോഷറാണ് അല്ലേ. ഇപ്പോൾ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര നിങ്ങൾക്ക് അറിയാമായിരിക്കും, സഞ്ചാരം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മളൊക്കെ എന്താണ്, നമ്മുടെ നാരോ മൈൻഡഡ് ആണല്ലോ എന്ന് നമുക്ക് തോന്നും അല്ലേ. കാരണം അവർ ലോകം കണ്ടിട്ടുണ്ട്. നമ്മുടെ യാത്രകൾ ഒത്തിരി നമ്മളെ പഠിപ്പിക്കും. അതുപോലെ തന്നെ പുസ്തക വായന, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ ചുറ്റുമുള്ള 5 പേരാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന്, നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി ഡിസൈഡ് ചെയ്യുന്നത് അവരാണെന്ന് പറയും. അപ്പോൾ നമ്മൾ ആരോടൊപ്പം സമയം ചെലവഴിക്കുന്നു, നമ്മുടെ ചിന്തകളെല്ലാം അവർ എഫക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നത് നമ്മുടെ ഫാമിലിക്കും എല്ലാം ഒരു പേഴ്സണൽ ഗ്രോത്തിന് നല്ലതാണ്.
അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാത്തിനും രണ്ട് സൈഡുണ്ട്, നമ്മളത് ഏത് കാണുന്നു എന്ന പോലെ ഇരിക്കും. അപ്പം അതുകൊണ്ട് രഹ്നയുടെ ചോദ്യത്തിന് ഞാൻ ആൻസർ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ അതിലൊന്നും നമ്മൾ വഴങ്ങേണ്ടതില്ല. കാരണം നമുക്ക് മാക്സിമം സംഭവിക്കാവുന്ന ട്രാൻസ്ഫറേ ഉള്ളൂ, അതിനകത്ത് വേറെ ഒരു വിഷയമില്ല. നമുക്ക് പുതിയൊരു സ്ഥലത്ത് പോയി കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ കേട്ടോ. പ്രിപ്പയർ ചെയ്യുന്നവർ ചോദിക്കും. സംശയമൊന്നുമില്ല. ഇവിടെ മൈക്ക് കൊടുക്കാം. ഇത്രയും നേരം പറഞ്ഞ ടിപ്പല്ല. ഏതിലാണ് ആവശ്യം? പ്രിലിംസ് ആണോ, മെയിൻസ് ആണോ, ഇന്റർവ്യൂ ആണോ? ഓക്കെ, മെയിൻസിന് പലപ്പോഴും സംഭവിക്കുന്ന ഒരു വലിയ തെറ്റ്, നമ്മളിപ്പോൾ വിചാരിക്കും ഇതൊരു റിട്ടൺ പേപ്പർ ആണ് അല്ലേ, ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ്. നമ്മൾ കോളേജിലൊക്കെ റിട്ടൺ എപ്പോഴും ടോപ്പ് മേടിക്കുന്ന ഒരാളാണ്. എന്നാൽ നമ്മൾ വിചാരിക്കും അതുപോലെ തന്നെ ഇതിലും എനിക്ക് എക്സൽ ചെയ്യാം. എനിക്ക് ആ ഒരു അബദ്ധം പറ്റിയതാണ്. കാരണം എനിക്ക് എഴുത്തൊരു ഹോബിയാണ്, ഞാൻ കഥയും കവിതയും ഒക്കെ എഴുതാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്ന എഴുത്തല്ലേ എൻ്റെ സ്ട്രെങ്ത്, മെയിൻസ് ആണ് എൻ്റെ കോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. പക്ഷെ എനിക്ക് മെയിൻസിന് മാർക്ക് കുറവ്. അപ്പം ഞാനിത് ആലോചിക്കുക എന്താ സംഭവം എന്ന്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് അവിടെ നോക്കേണ്ടത്. നമുക്ക് ഇപ്പോൾ ഒരു മറ്റ് പരീക്ഷകൾക്ക് നമ്മൾ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ കിട്ടി, നമ്മുടേതായ രീതിയിൽ നമ്മൾ അങ്ങോട്ട് ഭാവന എല്ലാം ചേർത്ത് വലിയ ഫ്ലവറിംഗ് ലാംഗ്വേജിൽ എഴുതി വെക്കും. പക്ഷെ UPSCക്ക് അതല്ല ആവശ്യം. ഞാൻ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനെ ആദ്യം സ്പ്ലിറ്റ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യന് 2 or 3 മാക്സിമം 4 ഭാഗങ്ങളുണ്ടാവും. ഒരു 12 മാർക്കിന് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് 4 ഭാഗം ഉണ്ടെങ്കിൽ ഓരോ ഭാഗത്തിനും 3 മാർക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഓരോ ഭാഗത്തിനെയും ഇൻഡിവിജ്വലി അഡ്രസ്സ് ചെയ്യാം, അതിന് ആൻസർ ചെയ്യാം. അപ്പോൾ ആ ഓരോ ഭാഗത്തിനും ഒരു ടൈറ്റിലായിട്ട് കൊടുക്കുക, അതിൻ്റെ പോയിന്റ്സ് താഴേക്ക് എഴുതുക, എന്തെങ്കിലും ഡയഗ്രാം കാര്യങ്ങളുണ്ടെങ്കിൽ അതും വരയ്ക്കുക. അപ്പം എക്സാമിനർ ഇത് നോക്കുമ്പോൾ ക്ലാരിറ്റി, അതായത് നമുക്ക് ഈ ജോലിയിലും ആവശ്യം അതാ. ഒരു പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ ഒരു VVIP ഡ്യൂട്ടി വരുന്നു, പ്രധാനമന്ത്രി കരുനാഗപ്പള്ളിയിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടുത്തെ ചാർജ് എന്ന നിലയ്ക്ക് എൻ്റെ ഡ്യൂട്ടി എന്താ? PM ഇവിടെ എത്തി സേഫായിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് തിരിച്ചു പോവുക, അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ നോക്കണം എന്ന് ഞാൻ ഒരു ബേർഡ്സ് ഐ വ്യൂ, ഒരു കെട്ടിടത്തിൻ്റെ പ്ലാൻ വ്യൂ അല്ലേ നമ്മൾ വരയ്ക്കുന്നത്, ടോപ്പ് വ്യൂ ആണത്. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെയുണ്ട്, ഇവിടെ ഒരു ഹോളുണ്ട്, കിച്ചൺ ഉണ്ട്, ബാത്റൂം ഉണ്ട്, ഒരു കോറിഡോർ വരുന്നു എന്ന് കാണാൻ പറ്റും. വീണ്ടും ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു ഐഡിയ ആണ് നമുക്ക് ഇതിനകത്ത് ആവശ്യം. ആ ക്വസ്റ്റ്യനെ നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. PMന്റെ റൂട്ട് എന്താണ്, അതായത് നോക്കുക. എവിടെയാണ് ആ ഒരു ഫംഗ്ഷൻ പ്ലേസ്, അവിടെ എന്താണ് സെക്യൂരിറ്റി ത്രെറ്റ് ഉള്ളത്. ഇപ്പോൾ ഈ കോളേജിലാണ് വരുന്നതെങ്കിൽ കോളേജിന്റെ മൊത്തം പെരിമീറ്റർ നമ്മൾ കവർ ചെയ്യാം. അതിന് ചുറ്റുമുള്ള റോഡുകളിൽ എന്തൊക്കെയാണ് പ്രശ്നം, വണ്ടികൾ ഇവിടെ ബ്ലോക്ക് ആവും, അവർ ഡൈവേർഷൻ കൊടുക്കണം. ഇങ്ങനെയുള്ള ഓരോ മൈന്യൂട്ട് കാര്യം PM കഴിക്കുന്ന ഫുഡ് പോലെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം സെക്യൂരിറ്റി എന്നത് അവിടുത്തെ പോലീസ് ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനകത്ത് പല ഡിപ്പാർട്ട്മെന്റ്സ് വരും. ഈ ബിൽഡിംഗ് പൊളിഞ്ഞു വീഴോ എന്ന് PWDക്കാർ നോക്കിയിട്ട് ഫിറ്റ്നസ് തരണം. അല്ലാതെ അവിടുത്തെ ഫുഡിനെ നോക്കുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയിരിക്കും. അവരെല്ലാം ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. ആ ഓവറോൾ റെസ്പോൺസിബിലിറ്റി ആർക്കാ? നമുക്കാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്ത് മനസ്സിലാക്കി അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് തന്നെയാണ് നമ്മൾ എവിടെയും ചെയ്യേണ്ടത് പരീക്ഷയ്ക്കും. ആ ചോദ്യത്തിനെ ഇൻഡിവിജ്വലി സ്പ്ലിറ്റപ്പ് ചെയ്ത് ഓരോ ഭാഗവും അഡ്രസ്സ് ചെയ്യാൻ ആ ഒരു അനലിറ്റിക്കൽ കേപ്പബിലിറ്റി നിങ്ങൾക്കുണ്ടോ, അതാണ് UPSC ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്ന് കഴിഞ്ഞാൽ അവരെന്ത് നടത്തും? മാതൃകാ പരീക്ഷകൾ നടത്തും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതിനോടൊപ്പം തന്നെ മെയിൻസിന് ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനമാണ്. പലപ്പോഴും ആസ്പിറൻസിന് സംഭവിക്കുന്നത് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് എഴുതി തുടങ്ങും, പകുതി തീരുമ്പോഴേക്ക് ബെല്ലടിക്കും. മെയിൻസിന്റെ ആദ്യം നമ്മൾ ഗെയിമിൽ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അവസാന ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് ആദ്യ ചോദ്യമാണ്. അവസാന ക്വസ്റ്റ്യൻ വരെ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ റിസൾട്ടിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, അടുത്ത പ്രിലിംസിനൊക്കെ പഠിക്കണം. കാരണം അത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മിസ് ഔട്ടായി നമ്മൾ ഗെയിമിലേ ഇല്ല. ഫസ്റ്റ് ചോയ്സ് എല്ലാം കാണുക, അത് മൊത്തം എഴുതുക, പിന്നെ അതിനകത്ത് അതിൻ്റെ ക്വാളിറ്റി അനാലിസിസ് നടക്കും. അപ്പോൾ ടൈം മാനേജ്മെന്റ് ശ്രദ്ധിക്കുക, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതിന് പ്രാക്ടീസ് തന്നെയാണ് കീ. ഒത്തിരി പേപ്പേഴ്സ് എഴുതി നോക്കുക, പ്രിലിംസിനായാലും മെയിൻസിലായാലും. ഒത്തിരി എഴുതുമ്പോഴേ നമ്മുടെ എഴുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ആരെങ്കിലും കൊണ്ട് ഇവാലുവേഷൻ നടത്തുമ്പോഴായിരിക്കും നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്.
വേറെ ആരാ ഉള്ള? എൻ്റെ പേര് അപർണ. ഞാൻ സെക്കൻഡ് ഇയർ BSc മാത്തമാറ്റിക്സ് സ്റ്റുഡൻ്റാണ്. മാഡത്തിന് UPSC ഇൻ്റർവ്യൂ സമയത്ത് തോന്നിയ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഓക്കെ, അങ്ങനെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇൻ്റർവ്യൂവിനെ കുറച്ച് ടിപ്സ് ആയിട്ട് ഞാൻ പറയാം. ഈ ഇൻ്റർവ്യൂവിന് പണ്ട് കേട്ടിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് കുട്ടികൾ പോകുമ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് അവരങ്ങ് ഫ്രീസ് ആവും, അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതായത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് സഭാകമ്പം അല്ലേ, ഒരു സ്റ്റേജ് ഫിയർ നമുക്കുണ്ട്. ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ഘോരം പ്രസംഗിക്കും. ഒരു സ്റ്റേജിൽ 4 പേര് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു. അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടല്ല, അവരെക്കാൾ നന്നായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാം. പക്ഷെ നമുക്കൊരു പേടി, അവർ നമ്മളെ ജഡ്ജ് ചെയ്യുമോ എന്നാണ് അല്ലേ, ഇവരെന്ത് നമ്മളെ പറ്റി വിചാരിക്കും. പലപ്പോഴും നമ്മളിത് കണ്ടിട്ടുണ്ട്. ഇപ്പം നാഷണൽ പോലീസ് അക്കാഡമി ഹൈദരാബാദിലെ ട്രെയിനിങ് നടത്തുമ്പോൾ ഈ 10-200 പേരുള്ള ബാച്ചിൽ നമ്മൾ 5 മലയാളികളെ കാണും. ബാക്കി കൂടുതൽ UP നിന്നൊക്കെ 30ഓളം പേര് കാണും ബാച്ചിൽ. ബംഗാളിൽ നിന്ന് ഒരു 40 പേര് കാണും. ബീഹാറിൽ നിന്നും പഞ്ചാബിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നൊക്കെ കാണും. അപ്പോൾ ഈ ക്ലാസ്സിലും ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാരും മിണ്ടത്തില്ല. നമ്മൾ വിചാരിക്കുന്ന ഇതിനകത്ത് എന്തെങ്കിലും തെറ്റാണെങ്കിൽ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും, നമ്മൾ ഈ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് വന്നതല്ലേ, നമുക്ക് ഇത്ര ബോധമില്ല എന്ന് മറ്റുള്ളവർ വിചാരിക്കൂ എന്ന ചിന്ത കൊണ്ട് നമ്മൾ മിണ്ടത്തില്ല. പക്ഷെ നമ്മുടെ അടുത്തിരിക്കുന്ന UP-കാരൻ എന്തെങ്കിലും മണ്ടത്തരമായിരിക്കും, പക്ഷെ അവൻ വിളിച്ച് പറയുന്നു. കാരണം അവർക്ക് ജഡ്ജ് ചെയ്യുമെന്നുള്ളൊരു പേടി അവർക്കില്ല. അപ്പം നമ്മൾ എന്തോ സംഭവമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന കൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുമെന്ന് നമ്മൾ ചിന്തിക്കുന്നതല്ലേ. നമ്മളൊന്നുമല്ല, നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ ആളാണ്. ഇവർ നമ്മളെ പറ്റി എന്ത് വിചാരിച്ചാൽ ഇനി എന്താ, അത് നമ്മളെ എഫക്റ്റ് ചെയ്യുമോ? നമ്മൾ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ബോധ്യമുണ്ട്. അതിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ടെന്ന് നമുക്കറിയാം. വേറൊരാൾ ഡിസൈഡ് ചെയ്തിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജഡ്ജ് ചെയ്യുന്ന ഫിയർ ഒഴിവാക്കാം. ഇപ്പൊ UPSC ഇന്റർവ്യൂ ബോർഡിലിരിക്കുന്നു, ബോർഡ് നമ്മളെ പറ്റി എന്ത് വിചാരിക്കും, ഇനി മാർക്ക് കുറയോ, എന്തായിരിക്കും, ഇതിനെപ്പറ്റി വിചാരിച്ചതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. നമുക്ക് എന്താണോ അറിയുന്നത്, അത് നമ്മുടെ ഐഡിയാസ് എന്താണ്, നമ്മുടെ ഒപ്പീനിയൻ എന്താണ്, അത് തുറന്ന് പറയാം. അതിനുശേഷം മറ്റു മാർക്ക് നമ്മുടെ കയ്യിലല്ല, അതിന് പല പല ഫാക്ടേഴ്സ് ഉണ്ട്. ഓരോരോ ബോർഡും വ്യത്യാസമായിരിക്കും. ഒരു 5-6 ബോർഡ് കാണും. നമുക്കിത് അറിയത്തില്ല ഏത് ബോർഡിലേക്ക് നമ്മൾ പോകുന്നത്. ഓരോ ബോർഡും ഒരു IAS-ഓ IPS ആരെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമുക്ക് അവിടെ ചെന്നൊരു ഹോളിൽ നമ്മൾ ഇരുത്തും. അതിനുശേഷം അവർ ലോട്ടിട്ടൊക്കെ എടുക്കുന്നത് നമ്മൾ അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അടുത്ത് പറയും, പാനൽ നമ്പർ 5 പോകാൻ പറയും. അപ്പോൾ നമ്മൾ അവരവിടെ കൊണ്ട് ഒരു ഹോളിൻ്റെ, അതായത് ഒരു റൂമിൻ്റെ പുറത്തങ്ങിരുത്തും. അപ്പോൾ അവിടെ ലൈറ്റ് കത്തും. അവിടെ റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരെന്തെങ്കിലും ബിസിയാണ്, ഇപ്പോൾ കയറാൻ പറ്റില്ല. അത് ഗ്രീൻ ആകുമ്പോൾ ഉടനെ നമ്മൾ അകത്തേക്ക് കയറണം. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഇത് ഈ ഹോളിൻ്റെ പുറത്തിരിക്കുന്ന മറ്റേ KBCയിലെ ഹോട്ട് സീറ്റ് പോലെ അതിലിരിക്കുമ്പോൾ നമുക്കിത് എന്താ സംഭവം മനസ്സിലാവാതെ നമ്മൾ ഇത്രയും പ്രിപ്പയർ ചെയ്ത് നമ്മൾ വരുക അല്ലേ, ഇത്രയും കടമ്പകളെല്ലാം കടന്ന് ഡൽഹിയിലേക്ക് വന്നു. ഇനി ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും ഇത്, ഏത് ബോർഡാണെന്ന് നമുക്കറിയില്ല. അവിടെ പേരുണ്ടാവും, പക്ഷെ ഇവരെന്താണ് ചോദിക്കുന്നത് നമുക്കറിയില്ല ഇവരെ പറ്റിയൊന്നും. അപ്പോൾ ആ ഒരു സമയം വളരെ ക്രൂഷ്യലാണ്. പക്ഷെ അപ്പോൾ ഒന്ന് കാമാവാൻ ശ്രമിക്കുക. പലപ്പോഴും കാമാവാൻ പറ്റില്ല, എന്നാലും ഒന്ന് ശ്രമിക്കുക. അതിനുശേഷം അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് റിലാക്സ് ചെയ്യാം. പിന്നെ പണ്ടത്തെ പോലെയല്ല, പണ്ടൊക്കെ സ്ട്രെസ് ഇൻ്റർവ്യൂസ് ഉണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മളെ ഒന്ന് കാമാക്കും. അവർ വരുമ്പോൾ തന്നെ ചോദിക്കും എന്താ പേര്, എവിടെ നിന്ന് വരുന്നു, എന്ത് ഫുഡൊക്കെ കഴിച്ചു എന്നൊക്കെ രീതിയിൽ നമ്മളെ അവരൊന്ന് ഐസ് ബ്രേക്കിംഗ് നടത്തും. അതിനുശേഷം പയ്യെ അവർ നമ്മുടെ ഒപ്പീനിയനും പോലത്തെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇപ്പം എന്തെങ്കിലും ഈ റഷ്യയുടെ യുദ്ധം നടക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ എന്ത് പറയുന്നു, ഇതിനിങ്ങനെ ചെയ്തത് ശരിയാണോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന വെസ്റ്റേൺ ഘാട്സിൻ്റെ ഇഷ്യൂസ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി. അപ്പം നമ്മൾ പൊതുവായൊരു അവബോധം, ഈ പ്രിലിംസും മെയിൻസും കടന്നു വന്നെങ്കിൽ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം ഇനിയൊരു നോളജിൻ്റെ ഒരു ടെസ്റ്റ് അവിടെ നടക്കുന്നില്ല. നമ്മുടെ ഒരു ഒപ്പീനിയൻ ആസ് എ സിവിൽ സർവൻറ്റ് നമ്മൾ ആപ്റ്റ് ആണോ എന്ന് മാത്രമാണ് നോക്കുന്നത്. പ്രിലിംസ് ഒരു എലിമിനേഷൻ റൗണ്ട് ആണെങ്കിൽ ഇൻ്റർവ്യൂ അതിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു റൗണ്ടാണ്. ഇൻ്റർവ്യൂവിൽ അവർ ഡിസൈഡ് ചെയ്യും ഇവർക്ക് ഇത്രയും ബോധവും കാര്യങ്ങളും ഉണ്ടെന്നുള്ളതിൽ ഡൗട്ടില്ല, കാരണം ഇത്ര ഇവർ പാസ്സായി. പക്ഷേ ഇവരൊരു പേഴ്സണാലിറ്റി വൈസ്, കാരണം IAS ആണെങ്കിൽ ഒരു ജില്ലയുടെ കളക്ടറായിട്ട് കൊടുക്കുന്നു അല്ലേ, അല്ലെങ്കിൽ IPS ആണെങ്കിൽ ഒരു ജില്ലയുടെ SP ആയിട്ട് കൊടുക്കുന്നു, IFS ആണെങ്കിൽ ഒരു രാജ്യത്തെ റെപ്രസെൻറ്റ് ചെയ്ത് അപ്പുറത്തോട്ട് പോവാം. അപ്പോൾ അതൊരു വ്യക്തിയല്ല, അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെന്ന വ്യക്തി അവിടെ ഇല്ല അല്ലേ. ആ ഒരു ഉദ്യോഗസ്ഥനാണ്, അയാളുടെ ഓരോ ഡിസിഷനും ഇത്രയും അധികം ആൾക്കാരെ എഫക്റ്റ് ചെയ്യും. നമ്മളൊരു ലാത്തി ചാർജ് പറഞ്ഞു കഴിഞ്ഞാലോ
ആവശ്യമില്ലാത്തതാണെങ്കിൽ ഇത്രയും പേർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അവിടെ അത് വേണോ വേണ്ടയോ എന്നുള്ളത് ചിലടത്ത് അത് ചെയ്യാതെ പറ്റത്തുമില്ല. അപ്പോൾ അത് വേണമെന്നെല്ലാം ഡിസൈഡ് ചെയ്യേണ്ടതല്ല. നമുക്കിപ്പം നമ്മളൊരു സാഡിസ്റ്റിക് മൈൻഡ് ഉള്ള ഒരാളാണ്, എന്നാൽ പിന്നെ കുറച്ച് പേർക്ക് അടി കൊള്ളട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് ഓർഡർ കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ബെൻഡ് ഓഫ് മൈൻഡ് ഉള്ളവരൊക്കെ ആണോ, ഇതൊക്കെ മാത്രമേ അവരവിടെ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ കാമായിട്ട് നമ്മൾ എന്താണോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതിനെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഒരു സൗണ്ടായിട്ട് ഒരു സെൻസിബിളായ ഉത്തരങ്ങൾ അവിടെ കൊടുത്താൽ മാത്രം മതി. മേജർ ബ്ലണ്ടേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ വളരെ സ്മൂത്തായിട്ട് പോകുന്നൊരു കാര്യമാണ്. പക്ഷെ അതിനെ ഒത്തിരി ഒഴിവാക്കാനും പാടില്ല, അത് വലിയ മാർക്ക് ഉള്ളൊരു കാര്യം കൂടിയാണ്. അപ്പം നമ്മുടെ പേഴ്സണാലിറ്റി എന്താണോ അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് മോൾഡ് ചെയ്ത് എടുത്തിട്ട് അങ്ങോട്ട് പോവുക. അത് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. ഇനി ആരാണ്? ഇവർ ചോദിക്കുന്ന ഉദ്ദേശിച്ച എന്ന് എനിക്കറിയാനുള്ള ആകാംക്ഷയുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ഇന്നെണീറ്റിരുന്ന് എനിക്ക് സിവിൽ സർവീസ് നേടണം, IAS IPS ആകണം, അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കത്തില്ല. അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ കമ്മീഷണർ സിനിമ കുറേ പേരെ പോലീസ് സ്റ്റൈലിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഋഷിരാജ് സിംഗ്, ഞാൻ കോളേജ് പഠിക്കുമ്പോഴായിരുന്നു ഋഷിരാജ് സിംഗ് സാറ് തിരുവനന്തപുരം പോലീസ് കമ്മീഷണറായിട്ട് ജോലി ചെയ്തത്. സാർ അവിടുത്തെ ഈ ഗുണ്ടാ സെറ്റപ്പ് കംപ്ലീറ്റ് അടിച്ചൊതുക്കി ഭയങ്കര പേര് കേട്ടൊരു സിറ്റി പോലീസ് കമ്മീഷണർ, മാഡത്തിനൊക്കെ അറിയാം. അപ്പോൾ അത് കുറേ പേർക്ക് ഇൻസ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷൻ സംഭവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പോൾ ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണ പോലെ ചെറിയൊരു സംഭവം മാഡത്തിൻ്റെ ലൈഫിൽ ഏത് സ്റ്റേജിലാണ് അല്ലെങ്കിൽ എത്രാം ക്ലാസ്സിലാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിവിൽ സർവീസ്, എന്താണ് അതിൻ്റെ ഇൻസ്പിറേഷൻ? നമ്മുടെ ഈ പരിപാടിയുടെ പേര് ഇൻസ്പയർ എന്നാണ്. ഈ ഇൻസ്പിറേഷൻ എന്തായിരുന്നു മാഡത്തിന്റെ ഇൻസ്പിറേഷൻ ഒരു സിവിൽ സർവീസിലേക്ക് മാറാൻ? എൻ്റെ ഇതുവരെയുള്ള വാക്കുകളൊന്നും ഇൻസ്പയറിംഗ് അല്ല എന്നാണ് നമ്മുടെ ഓഫീസ്. അങ്ങനെയല്ല മാഡം, മാഡം ലൈഫിൽ ഏത് സ്റ്റേജിലാണ് ഒരു സിവിൽ സർവീസിലേക്ക് പോകണം, എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്പെസിഫിക് പോയിന്റ് എന്ന് പറയാനില്ല. കാരണം എൻ്റെ കാര്യത്തില് അച്ഛൻ ഡിഗ്രി ആ ഒരു സമയമൊക്കെ കഴിഞ്ഞിട്ട് ജോലി കയറാൻ നിൽക്കുന്ന സമയത്ത് അച്ഛന് സിവിൽ സർവീസിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ്, അന്നൊക്കെ പോസ്റ്റ് എഴുതി തിരിച്ച് വന്നപ്പോഴത്തേക്കും ഒരു ലെറ്റർ വന്നു, നിങ്ങളുടെ ഏജ് കഴിഞ്ഞു പോയെന്ന്. അപ്പോഴാണ് അച്ഛൻ ഇതിനെപ്പറ്റിയൊന്നും അറിയുന്നില്ല അന്ന്. അപ്പോഴാണ് അച്ഛൻ റിയലൈസ് ചെയ്ത് നോക്കി ഇങ്ങനെ ഒരു പരീക്ഷയുണ്ട്, ഇതിന് ഇങ്ങനെ ഒരു പ്രായമുണ്ട്, ഡിഗ്രി ഉണ്ടെന്ന്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് കുഞ്ഞിലെ ഇതിനെപ്പറ്റി പറയുമായിരുന്നു. അങ്ങനെ എനിക്ക് ഇതിനെപ്പറ്റി അറിയാം, പക്ഷെ ഇത് എന്താണ് അതൊന്നും അറിയില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് കേട്ടത് കൊണ്ട് സിവിൽ സർവീസിനെ കാണുമ്പോൾ താല്പര്യം അതും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതല്ലാതെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് വേറെ പല ജോബിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ബാങ്കിലും IT ഫീൽഡിലും ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇതിലേക്ക് വരാൻ ഒരു പ്രധാനപ്പെട്ട താല്പര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഇഷ്ടപ്പെട്ട് ചെയ്യണം അല്ലേ. നമുക്കൊരു കാര്യം കഷ്ടപ്പെട്ടും ചെയ്യാം, ഇഷ്ടപ്പെട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് പലതും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു റിസൾട്ടോ കാര്യങ്ങളോ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും അല്ലേ. അപ്പോൾ അങ്ങനെ എന്നും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പറ്റും, അത് നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു മേഖലയായിട്ട് എനിക്ക് സിവിൽ സർവീസ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പ്രധാനമായിട്ടും ഇതിലേക്ക് വരാൻ ആഗ്രഹിച്ച ഒരു പ്രധാന ഘടകം. ഉണ്ടോ? ഇനി ഏതെങ്കിലും ഉണ്ടോ? ഹായ് മാം, ഞാൻ ആഗ്രഹ ഫൈനൽ ഇയർ BCom സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് സിവിൽ സർവീസ് താല്പര്യമില്ല. അപ്പം അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മുടെ കോളേജ് ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ മാക്സിമം 5 to 10% മാത്രമായിരിക്കും സിവിൽ സർവീസിന് താല്പര്യമുള്ളത്. അപ്പം ആ ഒരു പെർസെൻറ്റേജ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നൊരു. ഓക്കെ, അത് മനഃപൂർവ്വമായിട്ട് കൂട്ടേണ്ടതില്ല. കാരണം ഇത് വളരെ ചൂസി ആയിട്ട് എടുക്കേണ്ട ഒരു കരിയറാണ്. കാരണം അത് അച്ചീവ് ചെയ്യാനും അത്രയും ബുദ്ധിമുട്ടാണ്, വേറൊന്നും കൊണ്ടല്ല. അത്രമാത്രം എഫേർട്ട് ഇട്ടാൽ മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. അപ്പം നിങ്ങൾ അതിനായിട്ട് മരിച്ച് പഠിക്കാൻ തയ്യാറായിരിക്കണം. കാരണം നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് ഒത്തിരി പ്രോഗ്രാംസും മീറ്റപ്സും ഒക്കെ നമ്മൾ ഇതിനായിട്ട് ആ ഒരു മിഡ് നൈറ്റ് ഓയിലില്ലേ, അത് ടൺ കണക്കിന് കത്തിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ അച്ചീവ് ചെയ്യാൻ പറ്റൂ. പ്ലസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ ലൈഫ് ലോങ് വർക്കും ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ മാത്രം, അത് ഇതിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു ഡോക്ടർ ആയാലും അങ്ങനെ തന്നെയാണ്. ഏതിലും നമ്മൾ നോ പെയിൻ നോ ഗെയിൻ എന്നുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട്. അതല്ലാതെ നമുക്ക് അത്രത്തോളം റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്യാവുന്ന ജോബ്സ് ഉണ്ട്, അത് നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ
പക്ഷെ നമ്മൾ അങ്ങനെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് തന്നെ നമ്മൾ അത്രയും വർക്ക് ചെയ്തിട്ട് കിട്ടുകയും അതിനകത്ത് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മാത്രം ചെയ്യാം. താല്പര്യം കൂട്ടാന്ന് വെച്ചാൽ പലപ്പോഴും അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പല കരിയറിലേക്ക് വരാത്തത്. നമുക്കിത് എന്താണെന്ന് അറിയില്ല. ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, അത് നമ്മൾ ഡെയിലി ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ കാണുന്നില്ല, അപ്പൊ നമുക്കറിയില്ല. ഡോക്ടർ നമ്മൾ എന്നും കാണുന്നു, അപ്പൊ നമുക്ക് ഇത് കൊള്ളാന്ന് തോന്നും അല്ലേ? അപ്പോൾ നമുക്ക് അറിവില്ലാത്ത കൊണ്ടാണ്. അപ്പം നമുക്ക് ഇതുപോലത്തെ ഓരോ സെഷൻസ് വെക്കുമ്പോൾ എന്താണ് ജോബ് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് ഓക്കെ ഇതെനിക്കും ഇഷ്ടപ്പെടുമല്ലോ എന്ന് തോന്നിയിട്ട് അവർക്ക് പഠിക്കാം. അതല്ലാതെ നമുക്ക് ഇതുപോലെ കൂടുതൽ വായനയും കാര്യങ്ങളും ഒക്കെ വരുന്നു, അപ്പോഴത്തേക്കും നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. ഇപ്പോൾ പൊളിറ്റിക്കലി അതൊക്കെ എന്താണ് ഫോളോ ചെയ്യുന്നവർക്കാവുമ്പോഴും കൂടുതലായിട്ട് ഒരു കളക്ടർ എന്തൊക്കെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴായിരിക്കും നമുക്ക് അതിനെപ്പറ്റി ഒരു താല്പര്യം വരുന്നത്. അപ്പോൾ ഈ പല പല കാരണം അല്ലാതെ അതുകൊണ്ട് ഒരു താല്പര്യം. പക്ഷെ ഞാൻ പറയുന്നത് ഇന്ന് പല പുതിയ ജോലികളും ഉണ്ട്, നിങ്ങൾ അതിലേക്കും പോകണം. ഇപ്പം AI-യുടെ ഒക്കെ കാലമാണ്, ഒത്തിരി ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, അല്ലാതെ ഇതൊരു ഓപ്ഷൻ മാത്രമായിട്ട് പ്ലേസ് ചെയ്യേണ്ടതും ഇല്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഉണ്ടോ, ചോദ്യങ്ങളുണ്ടോ? ഇല്ലേ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പം എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നയിക്കാൻ പോകുന്ന യുവത്വത്തിനെ ഇങ്ങനെ കാണാൻ പറ്റുന്നതിൽ. അപ്പം എനിക്ക് ഒരു മെസ്സേജ് പറയാനുള്ളൂ, നമ്മുടെ ലൈഫ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. പലപ്പോഴും നമ്മൾ മറ്റു രീതികളിലേക്ക് പോകുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്, ലഹരിയും ഔപയവും കാര്യങ്ങളും. അപ്പം എപ്പോഴും ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ലൈഫിൽ നടത്തുക. ഈ ഒരു മൊമെന്ററി പ്ലഷറിനാണ് നമ്മൾ പലപ്പോഴും മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞൊരു കാര്യം ആലോചിക്കുക, ലൈഫിലെ 3 പതിറ്റാണ്ടോളം ഉള്ള സമയം നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന 4-5 വർഷങ്ങളാണ്. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, അതിനായിട്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ്. റിസൾട്ട് ഒരിക്കലും നോക്കരുത്. നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ റിഗ്രറ്റ് ഇല്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെന്ന വ്യക്തി ഒത്തിരി മാറ്റം ഉണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ അങ്ങനെ സന്തോഷത്തോടെ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ, മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായിട്ട് നമുക്ക് ലൈഫ് ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.